ആളുകളെ എല്ലാം തന്നെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി എന്നാണ് ജില്ലാ ഭരണകൂടവും നിലയുമെല്ലാം അറിയിച്ചത്. ഇനിയും നദിയിലെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. റെഡ് അലർട്ടിൽ നിൽക്കുകയാണ്. മഴ ഈ പ്രദേശത്ത് ഇപ്പോൾ വളരെ കനത്ത മഴ പെയ്യുകയാണ്. ഇതോടൊപ്പം തന്നെ താഴോട്ട് ആറന്മുളയിലും കൂടുതൽ ബോട്ടുകളും മറ്റ് സൗകര്യങ്ങളും എത്തിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ ബോട്ടുകൾ എത്തിക്കാൻ വേണ്ടിയിട്ട് സമീപ ജില്ലകളിൽ നിന്നും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ മാറ്റണം എന്ന് ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ആളുകളെ മാറ്റുന്നുണ്ട്. ഇനിയും അത് പരിശോധിച്ച് മാറണം. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇത് മാധ്യമങ്ങളിൽ കൂടി പറയുകയാണ്. ഓരോരുത്തരെയായി കണ്ടു പറയാൻ കഴിയാത്തത് കൊണ്ട് ലോക്കൽ ബോഡികളും ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ പ്രാദേശിക ഭരണകൂടത്തിനാണ് കൂടുതലായി അറിയാവുന്നത്. അവിടെയുള്ള ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നമ്മൾ ക്യാമ്പുകൾ നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു മാസം മുമ്പ് തന്നെ ഇവിടെ ഞാൻ തന്നെ വന്നു പങ്കെടുത്ത ജില്ലാതല അവലോകന യോഗം ഉണ്ടായിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളായി ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടേക്ക് അവരെ മാറ്റണമെന്ന് ഈ മാധ്യമങ്ങളിൽ കൂടി ലോക്കൽ ബോഡിയുടെ ചുമതലയുള്ള എല്ലാവരെയും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ സംവിധാനത്തെയും അറിയിക്കുകയാണ്. ഇപ്പോൾ ഇതുവരെയുള്ള സ്ഥിതിയെ ഒന്ന് വിലയിരുത്താൻ ഇപ്പോൾ യോഗം ചേരുന്നുണ്ട്. കളക്ടറുടെയും MLA-യുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ഒക്കെ സാന്നിധ്യത്തിലാണ്. അങ്ങനെ പത്തനംതിട്ട ജില്ലയിലെ പ്രത്യേകിച്ച് റാന്നി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തിയ ശേഷം വേണ്ടപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് മന്ത്രി അറിയിക്കുന്നത്.